മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് നബാർഡിന്റെ സംസ്ഥാനതല പുരസ്കാരം ലഭിച്ചു. പുതുതായി രൂപം കൊണ്ട കമ്പനികൾക്കുള്ള പുരസ്കാരമാണ് കടുത്തുരുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MFCക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് കമ്പനിക്ക് നേതൃത്വം നൽകുന്ന VJ ജോർജ് കുളങ്ങര വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചക്ക, കപ്പ, നെല്ല്, പൈനാപ്പിൾ, പച്ചക്കറികൾ മുതലായ കാർഷിക വിളകൾ സംസ്കരിക്കുന്നതിനായി എറണാകുളം, കോട്ടയം ജില്ലകളിലായി 4 ഫാക്ടറികളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകരെ ആധുനിക കൃഷിരീതികൾ പരിശീലിപ്പിക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള വളം സ്പ്രേ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നടത്തിവരുന്നു. യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും കാർഷിക വ്യവസായത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി മധ്യ കേരള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ധാരണാപത്രം ഒപ്പിട്ടിരിക്കുന്നത്. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലേബർ ഇന്ത്യ ഗ്രീൻ ഗാർഡൻ ആശ്രമവും പത്തനാപുരം ഗാന്ധിഭവനവുമായി യോജിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് എസ്പെഷ്യലി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള കമ്പനിയുടെ ഓഹരി ഉടമകൾക്കും അല്ലാതെ പൊതുജനങ്ങൾക്കും എല്ലാം വാർദ്ധക്യകാലത്ത് ആശ്രയിത്തിരിക്കുന്ന ഒരു ശരണാലയമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. കുറവലങ്ങാട്ടുള്ള കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ ചക്ക, കപ്പ, മില്ലറ്റ്, നിരവധി ജൈവ ഭക്ഷ്യ വിഭവങ്ങൾ വിറ്റുവരുന്നു. ഈ വിഭവങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിറ്റഴിക്കുന്നു. വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ലേബർ ഇന്ത്യ ഗ്രീൻ ഗാർഡൻ ആശ്രമവും പത്തനാപുരം ഗാന്ധിഭവനുമായി യോജിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കുറവിലങ്ങാട്ടുള്ള കമ്പനിയുടെ ഔട്ട്ലെറ്റിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തി വരുന്നുണ്ട്. പ്ലാവ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ബഡ് പ്ലാവിൻ തൈകൾ സബ്സിഡി നിരക്കിൽ കേരളത്തിന് പുറത്തുമുള്ള കൃഷിക്കാർക്ക് നൽകി വരുന്നു. കൃഷിക്കാർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനായി പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കമ്പനിയുടെ വളർച്ചയിൽ നബാർഡും PDS നിർണായക പങ്ക് വഹിച്ചു വരുന്നതായും MFC ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.